എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് സീരീസ് ആണ്. 25 ചോദ്യമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, 2026 അക്കിത്തം പുരസ്കാരത്തിന് അർഹനായത് ആര്? 2026 അക്കിത്തം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, വി മധുസൂദനൻ നായർ. വി മധുസൂദനൻ നായരാണ് 2026 അക്കിത്തം പുരസ്കാരത്തിന് അർഹനായത്. 2026 RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആര്? 2026 RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, രോഹിത് ജെയിൻ. രോഹിത് ജെയിനാണ് 2026 RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാധവമുദ്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാധവമുദ്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, KS രവികുമാർ. KS രവികുമാറിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാധവമുദ്ര പുരസ്കാരം ലഭിച്ചത്. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, EP രാജഗോപാൽ. EP രാജഗോപാലിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. വെള്ളത്തിനടിയിൽ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് അടുത്തിടെ ഗിന്നസ് റെക്കോർഡ് നേടിയത്? വെള്ളത്തിനടിയിൽ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് അടുത്തിടെ ഗിന്നസ് റെക്കോർഡ് നേടിയത്? ആൻസർ ഓപ്ഷൻ എ, ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാറിലെ സ്വരാജ് ദ്വീപാണ് വെള്ളത്തിനടിയിൽ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് അടുത്തിടെ ഗിന്നസ് റെക്കോർഡ് നേടിയത്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി വീണ്ടും നിയമിതയായത്? പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി വീണ്ടും നിയമിതയായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി വീണ്ടും നിയമിതയായത്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കുന്ന ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ ആരാണ്? തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കുന്ന ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ? ആൻസർ ഓപ്ഷൻ സി, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കുന്ന ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ. 2026 IBSF വേൾഡ് ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? 2026 IBSF വേൾഡ് ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ, സൗരവ് കോത്താരി. സൗരവ് കോത്താരിയാണ് 2026 IBSF വേൾഡ് ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം. 2026 ഇറ്റാലിയൻ ഫുട്ബോൾ കിരീടം നേടിയത്? 2026 ഇറ്റാലിയൻ ഫുട്ബോൾ കിരീടം നേടിയത്? ആൻസർ ഓപ്ഷൻ ഡി, ഇന്റർ മിലാൻ. ഇന്റർ മിലാനാണ് 2026 ഇറ്റാലിയൻ ഫുട്ബോൾ കിരീടം നേടിയത്. അടുത്തിടെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ രാജ്യം ഏതാണ്? അടുത്തിടെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി, തുർക്കി. തുർക്കിയാണ് അടുത്തിടെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, എയിംസ് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ എയിംസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി. മലയാളത്തിൽ ആദ്യമായി സമ്പൂർണമായി AI-യിൽ നിർമ്മിച്ച ചിത്രം ഏതാണ്? മലയാളത്തിൽ ആദ്യമായി സമ്പൂർണമായി AI-യിൽ നിർമ്മിച്ച ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മണികണ്ഠൻ ദി ലാസ്റ്റ് അവതാർ.
മണികണ്ഠൻ ദി ലാസ്റ്റ് അവതാറാണ്. മലയാളത്തിൽ ആദ്യമായി സമ്പൂർണമായി AI-യിൽ നിർമ്മിച്ച ചിത്രം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി KV മനോജ് കുമാർ. KV മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് 2026 അർഹമായ മലയാളി. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് 2026 അർഹയായ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ VS മഞ്ജുമോൾ. VS മഞ്ജുമോളാണ് രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് 2026 അർഹയായ മലയാളി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഋതിക ശ്രീ. ഋതിക ശ്രീയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ. പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ചത് ആര്? പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി കുൽദീപ് കുമാർ. കുൽദീപ് കുമാറാണ് പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ചത്. IPL ചരിത്രത്തിൽ 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം ആരാണ്? IPL ചരിത്രത്തിൽ 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് IPL ചരിത്രത്തിൽ 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം. 2026 ഇന്ത്യ ആഫ്രിക്ക ഫോറം സമ്മിറ്റ് വേദി എവിടെയാണ്? 2026 ഇന്ത്യ ആഫ്രിക്ക ഫോറം സമ്മിറ്റ് വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് 2026 ഇന്ത്യ ആഫ്രിക്ക ഫോറം സമ്മിറ്റ് വേദി. 2026 സ്പാനിഷ് വനിതാ ഫുട്ബോൾ ലീഗ് കിരീടം നേടിയ ടീം. 2026 സ്പാനിഷ് വനിതാ ഫുട്ബോൾ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബാഴ്സലോണ. ബാഴ്സലോണയാണ് 2026 സ്പാനിഷ് വനിതാ ഫുട്ബോൾ ലീഗ് കിരീടം നേടിയ ടീം. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആര്? അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം. 2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ്. 2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ലീ ജെ യങ്. ലീ ജെ യങ് ആണ് 2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച അംഗൻവാടികൾ വഴി കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്? അംഗൻവാടി വഴി കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതി. ആൻസർ ഓപ്ഷൻ സി പോഷക ബാല്യം. പോഷക ബാല്യമാണ് അംഗൻവാടികൾ വഴി കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതി. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങൾ കണ്ടെത്താൻ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങൾ കണ്ടെത്താൻ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ WIFS. WIFS ആണ് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങൾ കണ്ടെത്താൻ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര്. പ്രമുഖ സാമൂഹിക പ്രവർത്തകർക്ക് നൽകുന്ന MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് ആർക്കാണ്? പ്രമുഖ സാമൂഹിക പ്രവർത്തകർക്ക് നൽകുന്ന MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ സുനിത കൃഷ്ണൻ. സുനിത കൃഷ്ണനാണ് പ്രമുഖ സാമൂഹിക പ്രവർത്തകർക്ക് നൽകുന്ന MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത്.
49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 മികച്ച നടൻ ആരാണ്? 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 മികച്ച നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മോഹൻലാൽ. മോഹൻലാലാണ് 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 മികച്ച നടൻ.